നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തെ കടമെടുത്ത് മുടിക്കാൻ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് വ്യക്തം. 26,226 കോടി രൂപ കൂടി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2016 പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 1.62 ലക്ഷം കോടിയായിരുന്നു. 8 വർഷം കൊണ്ട് 4.29 കോടിയായി ഉയർത്തിയ സാമ്പത്തിക നേട്ടമാണ് തോമസ് ഐസക്കും KN ബാലഗോപാലും ഒക്കെ കേരളത്തിന് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടും മതിയാകാതെ വീണ്ടും പിണറായിയും സംഘവും ഒരു നാണവും മാനവുമില്ലാതെ കൂടുതൽ കടമെടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ തന്ത്രം പ്രയോഗിക്കുകയാണെന്ന ഗുരുതര ആരോപണവും ചീഫ് സെക്രട്ടറി വി വേണു വഴി ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുണ്ട്. അനിയന്ത്രിതമായ കടമെടുപ്പും നികുതി പിരിവിലെ പരാജയവും പ്രതിസന്ധിയിലാക്കിയ കേരളത്തിന്റെ സമ്പദ്ഘടനയെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടാനാണ് ഇടതു സർക്കാർ നീക്കമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് തികഞ്ഞ പരാജയമാണെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കേരളം സത്യവാങ്മൂലം സമർപ്പിച്ചത്. കേരളത്തോട് ഒരു വിധത്തിലുമുള്ള അയിത്തവും കേന്ദ്രത്തിനില്ല എന്ന് പാർലമെന്റിൽ കണക്കുകൾ സഹിതം കേന്ദ്ര ധനമന്ത്രി വിശദീകരിച്ചതിനു ശേഷവും സത്യവാങ്മൂലം സമർപ്പിച്ചതോടെ പിണറായി സർക്കാരിൻ്റെത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് തെളിഞ്ഞു. NDA ഭരണകാലത്ത് കേരളത്തിനുള്ള നികുതി വിഹിതത്തിൽ 224% വർധനയും ഗ്രാന്റുകളും സഹായങ്ങളുമായി 458% അധിക തുക നൽകിയതായും കേന്ദ്ര ധനമന്ത്രി രാജ്യസഭയിൽ വിശദീകരിച്ചിരുന്നു. എന്നാലും ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സത്യവാങ്മൂലം നൽകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടമെടുക്കാൻ സഹായിക്കണം, കടമെടുക്കാൻ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു വരുത്തുന്നത് മറ്റൊന്നാണ്. കേന്ദ്രമൊന്നും തരുന്നില്ല, തരാത്തത് കൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിൽ സമരവുമായി പോകുന്നതെന്നാണ്. എന്നാൽ അവിടെ പോയി കടമെടുക്കാൻ ഒരു നാണവും മാനവും ഇല്ലാതെ കടമെടുക്കാൻ അനുവദിക്കണം. കടമെടുക്കാൻ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയില്ലാതെ പോകുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ ഭദ്രമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിടിച്ച് കേന്ദ്ര സർക്കാർ ചെലവാക്കുന്നതും. എന്നാൽ അഴിമതിയും ധൂർത്തും കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കടം നൽകണമെന്ന് പറഞ്ഞാൽ ആര് ഈ കടം തിരിച്ചടയ്ക്കും? എങ്ങനെയാണ് ഈ കടം വീട്ടാൻ പിണറായി വിജയനും കൂട്ടരും ഉദ്ദേശിക്കുന്നത്? ഏതായാലും ഇവർ ഭരിച്ചിറങ്ങുമ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് പോലും ശേഷിയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാവുകയാണ്. ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് കേരളം കൂപ്പുകുത്തുമെന്ന് പലതവണ റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും ആ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഇപ്പോൾ പിച്ചച്ചട്ടിയുമായി സുപ്രീം കോടതിയുടെ വാതുക്കൽ നിൽക്കുന്നത് കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ പറയുന്നതും മാധ്യമപ്രവർത്തകരടക്കം ഉണ്ടാക്കി പറയുന്നതുമായ നറേറ്റീവുകൾ തങ്ങൾക്ക് കിട്ടാനുള്ളതോ കിട്ടുന്നില്ല എന്നാണ്. എന്നാൽ സത്യവാങ്മൂലം നൽകിയത് അവിടെ തന്നെയാണ് വിരോധാഭാസം. സത്യവാങ്മൂലം നൽകിയത് കടമെടുക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഏതായാലും എന്ത് കടം ഉണ്ടാക്കിയാലും അതെല്ലാം സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടുന്ന നമ്മളെ ഏവരെയുമാണ് അത് ബാധിക്കുന്നത് എന്ന് പറയാതെ വയ്യ.